ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി കൈകൾ പൂർണ്ണമായും മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമായി കൈകൾ പൂർണ്ണമായി മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി കൈകൾ പൂർണ്ണമായി മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലാണ് ആദ്യമായി കൈകൾ പൂർണ്ണമായി മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2022 സെപ്റ്റംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സംവിധായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഴാങ് ലുക് ഗോദാർദ്. ഴാങ് ലുക് ഗോദാർദാണ് 2022 സെപ്റ്റംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സംവിധായകൻ. 2022 സെപ്റ്റംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സംവിധായകനാണ് ഴാങ് ലുക് ഗോദാർദ്. അപ്പോൾ ഴാങ് ലുക് ഗോദാർദാണ് 2022 സെപ്റ്റംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന സംവിധായകൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയല്ല. അപ്പോൾ തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ കേരളമാണ് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കിയ സംസ്ഥാനം. 60 വയസ്സുവരെ തുടർച്ചയായി അംശാദായം അടയ്ക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കും. 60 വയസ്സുവരെ തുടർച്ചയായി അംശാദായം അടയ്ക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കും. 10 വർഷത്തിൽ കുറയാത്ത അംശാദായം അടച്ചിട്ടുള്ള അംഗം മരിച്ചാൽ കുടുംബ പെൻഷൻ ലഭിക്കും. 10 വർഷത്തിൽ കുറയാത്ത അംശാദായം അടച്ചിട്ടുള്ള അംഗം മരിച്ചാൽ കുടുംബ പെൻഷൻ ലഭിക്കും. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 60 വയസ്സുവരെ തുടർച്ചയായി അംശാദായം അടയ്ക്കുന്നവർക്ക് പെൻഷൻ ലഭിക്കും. 10 വർഷത്തിൽ കുറയാത്ത അംശാദായം അടച്ചിട്ടുള്ള അംഗം മരിച്ചാൽ കുടുംബ പെൻഷൻ ലഭിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത? ഉത്തരം ഓപ്ഷൻ സി ആണ്, PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. PT ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇഗ സ്വിയാടെക്. ഇഗ സ്വിയാടെക് ആണ് 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ്. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ നടപ്പിലാക്കിയ സർവകലാശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ നടപ്പിലാക്കിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയം നടപ്പിലാക്കിയത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ട്രാൻസ്പരൻസി ഇൻ്റർനാഷണലിൻ്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡെൻമാർക്ക്. ട്രാൻസ്പരൻസി ഇൻ്റർനാഷണലിൻ്റെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്കാണ് ട്രാൻസ്പരൻസി ഇൻ്റർനാഷണലിലെ 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം. അടുത്ത ചോദ്യം നോക്കാം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തത്തെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ 2024 ജനുവരി 1 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തത്തെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ 2024 ജനുവരി 1 വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. അപ്പോൾ എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹമാണ്
ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തത്തെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ 2024 ജനുവരി 1 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മികച്ച വകുപ്പിനുള്ള ഭരണഭാഷാ പുരസ്കാരം 2023 ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പ്. സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പിനാണ് 2023 മികച്ച വകുപ്പിനുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച വകുപ്പിനുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പിനാണ്. സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പിനാണ് 2023 മികച്ച വകുപ്പിനുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മത്തി. ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം മത്തിയാണ്. അപ്പോൾ മത്തിയാണ് ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം. ഇന്ത്യയിലെ ജനിതക ഘടന കണ്ടെത്തിയ ആദ്യത്തെ കടൽ മത്സ്യം മത്തിയാണ്. അടുത്ത ചോദ്യം നോക്കാം. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജയദേവിക. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയദേവികയാണ് KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കാനഡ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീട ജേതാവായ ഇന്ത്യൻ താരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലക്ഷ്യ സെൻ. കാനഡ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീട ജേതാവായ ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നാണ്. അപ്പോൾ ലക്ഷ്യ സെന്നാണ് കാനഡ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീട ജേതാവായ ഇന്ത്യൻ താരം. അടുത്ത ചോദ്യം. കമ്മിറ്റി ടു പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, KK ഷാഹിന. കമ്മിറ്റി ടു പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റ് 2023 രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയത് KK ഷാഹിനയാണ്. KK ഷാഹിനയാണ് കമ്മിറ്റി ടു പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ കണ്ടെത്താൻ നടത്തിയ ദൗത്യം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ ഹോപ്പ്. വിമാനാപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ കണ്ടെത്താൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. അപ്പോൾ ഓപ്പറേഷൻ ഹോപ്പ് എന്നതാണ് വിമാനാപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ കണ്ടെത്താൻ നടത്തിയ ദൗത്യത്തിൻ്റെ പേര്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്റർകോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ. ഇന്റർകോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് ഇന്റർകോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. അടുത്ത ചോദ്യം നോക്കാം. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, KK ശൈലജ. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത് KK ശൈലജയുടെ പുസ്തകമാണ്. അപ്പോൾ KK ശൈലജയുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്നത്. അടുത്ത ചോദ്യം നോക്കാം. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക സംവിധാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കവച്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക സംവിധാനമാണ് കവച്. അപ്പോൾ കവച് എന്നത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക സംവിധാനമാണ്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക സംവിധാനമാണ് കവച്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണകാരണം രേഖപ്പെടുത്താൻ ഓഡിറ്റ് സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, തമിഴ്നാട്. ഇന്ത്യയിൽ തമിഴ്നാടാണ് ആദ്യമായി ആനകളുടെ മരണകാരണം രേഖപ്പെടുത്താൻ ഓഡിറ്റ് സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണകാരണം രേഖപ്പെടുത്താൻ ഓഡിറ്റ് സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ആനകളുടെ മരണകാരണം രേഖപ്പെടുത്താൻ ഓഡിറ്റ് സംവിധാനം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ആദ്യ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരാണ് ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്. ആദ്യ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായരാണ്. അടുത്ത ചോദ്യം നോക്കാം. 2022 Emmy പുരസ്കാരത്തിന്
അർഹനായ മുൻ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബറാക് ഒബാമ. 2022 എമ്മി പുരസ്കാരത്തിന് അർഹനായ മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് ബറാക് ഒബാമ. അപ്പോൾ ബറാക് ഒബാമയാണ് 2022 എമ്മി പുരസ്കാരത്തിന് അർഹനായ മുൻ അമേരിക്കൻ പ്രസിഡന്റ്. 2022 എമ്മി പുരസ്കാരത്തിന് അർഹനായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൾ.